മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗം തനി രാജ്യദ്രോഹവും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ്. അതുകൊണ്ട് പിണറായി വിജയനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മലപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച CAA വിരുദ്ധ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി കടുത്ത രാജ്യദ്രോഹ പ്രസംഗം നടത്തിയത്. സത്യത്തിൽ ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ലംഘനവും കൂടിയാണ്. രാജ്യത്ത് ഭാരതത്തിൽ ആദ്യമായി വിഭജനവാദത്തിൻ്റെ ദുരാഷ്ട്രവാദത്തിൻ്റെ വിത്ത് വിതച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. അഭിനവ മുഹമ്മദ് അലി ജിന്നയായിട്ട് മുഖ്യമന്ത്രി അധപ്പതിച്ചു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ മലപ്പുറത്തെ പ്രസംഗം വ്യക്തമാക്കുന്നത്. വീണ്ടും രാജ്യത്ത് വിഭജനത്തിൻ്റെ, വിഭാഗീയതയുടെ, വിഘടനവാദത്തിൻ്റെ ശബ്ദമാണ് മലപ്പുറത്ത് മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുഹമ്മദ് അലി ജിന്നയുടെ ദുരാഷ്ട്രവാദത്തിൻ്റെ ശബ്ദമാണ്, പ്രത്യയശാസ്ത്രമാണ് മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. CAA വിരുദ്ധ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ്. അവരെ പാകിസ്ഥാനിലേക്ക് ആട്ടിയോടിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭയും BJPയും തയ്യാറാകുന്നത്. ഇതോടൊപ്പം തന്നെ തീവ്രമായ മറ്റു പരാമർശങ്ങളുമുണ്ട്. അതായത് മുസ്ലിം സമൂഹം ഇന്ത്യയിൽ രണ്ടാം തരം പൗരന്മാരാണ്. അവർ 100% സുരക്ഷിതരല്ല. ഈ മുസ്ലിം സമൂഹത്തെ മുഴുവൻ പൗരത്വം റദ്ദാക്കി അവരെ പാകിസ്ഥാനിലേക്ക് ആട്ടിയോടിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭയും BJPയും RSSും ശ്രമിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ മലപ്പുറത്ത് പ്രസംഗിച്ചത്. ഇത് തന്നെയായിരുന്നു മുഹമ്മദ് അലി ജിന്നയും പറഞ്ഞത്. ഒന്ന്, ഭാരതത്തിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ്, ഭാരതത്തിലെ മുസ്ലിങ്ങൾ അരക്ഷിതരാണ്, അതുകൊണ്ട് ഒരു പ്രത്യേകം രാഷ്ട്രം വേണം. ഇതായിരുന്നു മുഹമ്മദ് അലി ജിന്നയുടെ ആവശ്യം. ഇതായിരുന്നു ദുരാഷ്ട്രവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രം. ഇത് തന്നെയല്ലേ മുഖ്യമന്ത്രിയും മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം തെരഞ്ഞെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രസംഗം നടത്തിയത്. മുഹമ്മദ് അലി ജിന്നയുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ വാദമുഖങ്ങൾ മുഖ്യമന്ത്രി ആവർത്തിക്കുകയായിരുന്നു. മുസ്ലിം സമൂഹത്തിനിടയിൽ തീവ്ര മതാന്ധത സൃഷ്ടിക്കുക, അവരുടെ മനസ്സുകളിൽ ആശങ്കയുണ്ടാക്കുക, അവർ അരക്ഷിതരാണെന്നുള്ള ധാരണ അവരുടെ മനസ്സിൽ സൃഷ്ടിക്കുക. ഇതാണ് ഈ പ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് ഇത് തനി രാജ്യദ്രോഹമാണ്. മുഖ്യമന്ത്രിക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടാൻ കാരണം ഇതാണ്. ഏതെങ്കിലും മതങ്ങളോട്, വിഭാഗങ്ങളോട് വിദ്വേഷമുണ്ടാക്കുകയോ ഏതെങ്കിലും ഏതെങ്കിലും വിഭാഗത്തെ അവഗണിക്കുകയോ ചെയ്യുന്നത് തെറ്റാണെന്നാണ് സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ലംഘനമാണ്. മുഖ്യമന്ത്രിക്ക് തൻ്റെ കസേരയിൽ ഇരിക്കാൻ, പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള നിയമപരമായ അവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ CAA നിയമം എന്താണെന്ന് മുഖ്യമന്ത്രി അവിടെ വിശദീകരിച്ചിട്ടില്ല.
ഇന്ത്യയിലെ 18 കോടി മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒന്നും തന്നെ പൗരത്വ നിയമ ഭേദഗതിയിലില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തിലെയും ഇന്ത്യയിലെ ഒരു പൗരന്മാരെയും ബാധിക്കുന്നതല്ല പൗരത്വ നിയമ ഭേദഗതി. മറിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും 2014 മുമ്പ് അവിടുത്തെ പീഡനം സഹിക്കാതെ ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി വന്നവർക്ക് ഭാരതീയ പൗരത്വം നൽകാനാണ് ഈ നിയമത്തിൽ അനുശാസിക്കുന്നത്. ഒരു മുസ്ലിങ്ങളുടെ പൗരത്വം ആരും റദ്ദ് ചെയ്യുന്നില്ല. മുസ്ലിം പദം പോലും ഈ നിയമത്തിലില്ല. അതേ സമയത്ത് 2014 മുമ്പ് ഇവിടെ എത്തിയ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പീഡനം സഹിക്കാതെ ഇവിടെ എത്തിയിട്ടുള്ള പാവപ്പെട്ടവരായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം നൽകുന്നതിനെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എതിർക്കുന്നത് എന്തിന്? ഇതൊരു മനുഷ്യത്വരഹിതമായ സമീപനമല്ലേ? എന്നിട്ട് മുസ്ലിങ്ങളെ ഒരു ഭാഗത്തും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മറുഭാഗത്തും നിർത്തിക്കൊണ്ട് വലിയ ശത്രുതയുണ്ടാക്കി ഒരു മതകലാപത്തിന് തന്നെ സാഹചര്യം സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഒരു മാർക്സിസ്റ്റ് നേതാവിനെ സംബന്ധിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം യോജിച്ചതായിരിക്കാം. പക്ഷേ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരം രാജ്യദ്രോഹ പരാമർശങ്ങളോ പ്രസംഗങ്ങളോ നടത്താൻ പാടില്ല. ഇത് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്താണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി പറഞ്ഞത് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം RSSകാരും BJPക്കാരും 24 മണിക്കൂറും ഊണും ഉറക്കലും വിളിക്കുന്നു എന്നാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മുഖ്യമന്ത്രി സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് നൽകിയതിൽ അഭിമാനമുണ്ട്. ഞങ്ങൾ ഊണിലും ഉറക്കിലും രാവും പകലും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നവരാണ്. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് ആ മുദ്രാവാക്യത്തിൽ. അതേപോലെ ഞങ്ങൾ ജയ് ഹിന്ദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. മുഖ്യമന്ത്രി പറയുക RSSകാരും BJPക്കാരും രാപ്പകലില്ലാതെ വിളിക്കുന്ന മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ്. മാത്രമല്ല, ഞങ്ങൾ സാരേ ജഹാം സേ അച്ഛ എന്നുള്ള ഗാനവും ഞങ്ങൾ ആലപിക്കാറുണ്ട്. പക്ഷേ ഞാനൊരു സത്യം പറയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം നമ്മുടെ അവതരിപ്പിച്ചത് അസീമുല്ല ഖാനാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അതുകൊണ്ട് ഇനി RSSകാരും BJPക്കാരും ഭാരത് മാതാ കി ജയ് വിളിക്കുമോ എന്ന ചോദ്യം.